بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ ആമുഖമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. തൗഹീദുമായി ബന്ധപ്പെട്ട നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അതിന്റെ ഇനങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിശദീകരണം, അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ആ ഒരു കലിമ നമ്മൾ പറഞ്ഞു. കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതാൻ, മക്തൂബ് എഴുതപ്പെടുന്നത് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ജമഅ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥമുണ്ട് കതബ എന്നുള്ളത്. കിതാബ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേജുകളിൽ ഒരുപാട് പോയിന്റുകൾ, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയതായിരിക്കും. അങ്ങനെയാണ് കിതാബ് എന്ന് പറയുന്നത്. തൗഹീദിന്റെ കിതാബ് അഥവാ ഇതിന്റെ വിഷയം അതിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചർച്ച ചെയ്യുന്നത് തൗഹീദിന്റെ കാര്യങ്ങളാണ്. ശേഷം നമ്മൾ പറഞ്ഞു, തൗഹീദിനെ ഖുർആനിലും സുന്നത്തിലും നമുക്ക് നോക്കിയാൽ അതിന് 3 തരത്തിലുള്ള തൗഹീദ് കാണാൻ സാധിക്കും. ഈ 3 തരത്തിലുള്ള തൗഹീദിലും ഒരാൾ മുവഹിദാകണം. കേവലം റുബൂബിയത്തിൽ മുവഹിദായാൽ പോരാ. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്നത് മാത്രം ഒരാൾ വിശ്വസിച്ചാൽ അയാൾ റുബൂബിയത്തിൽ മാത്രം തൗഹീദുള്ളവനാണ് എന്നേ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു തൗഹീദ് മക്ക മുശ്രിക്കുകൾക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അമ്പിയാക്കളെല്ലാം അള്ളാഹു നിയോഗിച്ചതുമായ കാര്യം അത് ഉലൂഹിയത്ത്, ആ ഒരു തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ്. തൗഹീദുൽ ഉലൂഹിയ്യ അഥവാ ഇലാഹാണ് എന്നുള്ള വിഷയത്തിൽ അള്ളാഹു ഏകനാണ്. മറ്റൊരാൾക്കും ആ ഒരു ഉലൂഹിയത്ത്, ആരാധനക്കുള്ള അർഹത ഇല്ല എന്ന കാര്യം. പിന്നീട് നമ്മൾ പറഞ്ഞു, മൂന്നാമതായി തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന് ഉന്നതമായ വിശിഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഇത് അള്ളാഹുവിന് മാത്രമാണ്. അതിന്റെ വിശേഷണങ്ങൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് എന്നെല്ലാം നമ്മൾ പറയുകയുണ്ടായി. പിന്നെ കിതാബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, കിതാബ് തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപക്ഷെ ഇത് ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യത ഉണ്ടാകാനൊരു കാരണം, ഇദ്ദേഹം ഇതിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത് ഖുർആനിലെ ആയത്തുകളാണ്. ഇദ്ദേഹം 66ഓളം അധ്യായങ്ങൾ ഈ ഒരു കിതാബിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കിതാബിലും അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് ആ ഒരു ഹെഡിങ് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞാൽ അതിന് തെളിവുകളായിട്ട് കൊടുത്തത് ഖുർആനിലെ ആയത്തുകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ലേഖനമോ കിതാബോ അല്ല. അതുകൊണ്ട് കിതാബ് തൗഹീദിനെ അതിന്റെ നിഷേധിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഖുർആനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ തൗഹീദിന്റെ ആയത്തുകളെയാണ് അവർക്ക് നിഷേധിക്കേണ്ടി വരുന്നത്. കാരണം ഇതിലെ ആയത്തുകൾ മാത്രമാണ്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്നിടത്ത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നിടത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ എന്ത് തന്നെയായാലും ഇതെല്ലാം ശിർക്ക് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നിടത്ത്, ഇതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്നുമാണ് അദ്ദേഹം തെളിവുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കിതാബ് തൗഹീദിനെ നിഷേധിക്കുന്ന ആളുകൾ, അതൊരു മൊലാലത്തിന്റെ വഴികേടിന്റെ ഗ്രന്ഥമായി കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ വർത്തമാനം അത് എത്തുന്നത് ഖുർആനിലേക്കായിരിക്കും. കാരണം ഖുർആനിലെ ആയത്തുകളാണ് അതിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ അധ്യായം ഒരു ആയത്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കിതാബ് തൗഹീദ് വഖൗലുല്ലാഹി തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്ത്. അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളും കൊടുത്തിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അതുപോലെ അല്ലാഹുവിന്റെ ആയത്ത് വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ തുടങ്ങിയ ആയത്തുകളാണ് ഈ ഒരു കിതാബ് തൗഹീദിൽ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് അതിന്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണം എന്താണ് എന്നുള്ള പഠനമായിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ ആയത്തുകളെക്കുറിച്ച്, അതിന്റെ വിശദീകരണങ്ങളെ കുറിച്ചാണ്. ഖുർആൻ അത് പഠിക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ്, പ്രത്യേകിച്ചും അതിന്റെ തൗഹീദുള്ള ആയത്ത്. കാരണം ഈ ഒരു തൗഹീദ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള തൗഹീദിന്റെ ആയത്തുകൾ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതല്ല എങ്കിൽ അള്ളാഹു അമ്പിയാക്കളെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം അവർക്കറിയാൻ സാധിക്കുകയില്ല. നമുക്ക് മുന്നിൽ ആ ഖുർആനാണ് ബാക്കിയായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപഴച്ചു പോകാതിരിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചൊരു മാർഗമാണ് ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വഴിപഴച്ചു പോകുകയില്ല. എന്നിട്ട് പറഞ്ഞു, കിതാബല്ലാഹ് വസുന്നതി, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ, അതുപോലെ എന്റെ സുന്നത്ത്. ഈ ഖുർആനും സുന്നത്തുമാണ് ഈ അധ്യായങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം വേറെന്താണ്? നമ്മൾ ഈ പറയുന്നതല്ല എങ്കിൽ ഈ ആയത്തിന് മറ്റെന്ത് അർത്ഥമാണുള്ളത്? ഈ പറയുന്ന ഹദീസുകളിൽ ഇതിനല്ല വിപരീതമായ അർത്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഖുർആൻ അള്ളാഹു വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. തൗഹീദിന്റെ ആയത്തുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു എന്താ പറയാ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളില്ല. വളരെ വ്യക്തമായി അള്ളാഹു നമ്മോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി ഇതിൽ പറഞ്ഞ ആയത്ത് നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അൽ ജിന്ന വൽ ഇൻസ, ജിന്നു വർഗത്തെയും മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ലാതെ. അത് നമ്മൾ ഓരോ വാക്കിന്റെ അർത്ഥം പറയാം, ശേഷം നമുക്ക് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. അറബി ഭാഷയിൽ മാ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഒരു കാര്യത്തെ നിഷേധിക്കുക. മാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൽ ജിന്ന, ജിന്ന് വർഗം, വൽ ഇൻസ, മനുഷ്യവർഗം, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ ഒരു ലാം ലിയഅ്ബുദൂൻ എന്ന് പറയുന്ന ലാമിന്, ആ ഒരു ഹർഫിന്, ആ ഒരു വാക്കിന് ലാമു തഅലീൽ എന്നാണ് പറയുക, ലാമുൽ ഹിക്മ എന്നാണ് പറയുക. ഇത് ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ ഒരു കാരണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സൃഷ്ടിച്ചു എന്നതിന്റെ കാരണം എന്നത് നിർബന്ധമായും അയാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നല്ല അതിന്റെ അർത്ഥം. കാരണം അള്ളാഹു അങ്ങനെ നിർബന്ധമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ ജനിക്കുന്നുവോ അവനൊക്കെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് ഈ ദുനിയാവിൽ പരീക്ഷണമാണ്. ഇത് ഖൈറും ഷർറും വ്യക്തമാക്കി നൽകി. നിങ്ങൾ എത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പടച്ചതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ തിന്നും കുടിച്ചും ആസ്വദിച്ചും നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചും നിങ്ങൾക്ക് തോന്നിയതിന് ഇലാഹാക്കിയിട്ടും മുന്നോട്ട് പോകാനല്ല. മറിച്ച് ലിയഅ്ബുദൂനി, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും എല്ലാം പടച്ചിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നതാണ് അർത്ഥം. അഥവാ ഈ ഒരു ഇല്ലത്തുൽ ഗായ, ലക്ഷ്യമാണ്, ഈ ലക്ഷ്യത്തിന്റെ ഒരു കാരണമാണ് ഈ പറയുന്നത്. നിങ്ങൾ പടച്ചതിന്റെ ലക്ഷ്യം എന്നതാണ് എന്ന്. ഒരു വ്യക്തിക്ക് അവന് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതെ സ്വയം വഴിവഴച്ച മാർഗം സ്വീകരിക്കാം. വേറൊരു വ്യക്തിക്ക് അതല്ലാതെ ഹിദായത്തിന്റെ മാർഗവും സ്വീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? ജനിച്ച എല്ലാവരെയും നിർബന്ധപൂർവം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യിക്കുക എന്ന കാര്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ അങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ ഉദ്ദേശമായിരിക്കും. ഇത് നിർബന്ധമായി നടന്നിരിക്കും. ഇതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഓരോ മനുഷ്യനും വായു ശ്വസിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും അത് ശ്വസിച്ചേ മതിയാവുകയുള്ളൂ. എല്ലാവരും അത് ചെയ്യും. അതുപോലെ തന്നെ ഇറാദത്തുൽ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ഇന്നത് വ്യക്തമാക്കി പറഞ്ഞു തരും. അത് ഒരുവന് സ്വീകരിക്കാതിരിക്കാനും സ്വീകരിക്കാനുമുള്ള വകുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇത് ആ രണ്ടാമത് പറഞ്ഞ ഇറാദത്തുൽ ശർഇയ്യ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായി ഉദ്ദേശിച്ച കാര്യമാണ്. നിങ്ങൾ എന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. പ്രാപഞ്ചികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെയുള്ള അവസാനം വരെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹു വഴി കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഒന്നുകിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആളുകളായിട്ട് മാറാം, അതല്ലെങ്കിൽ നിഷേധികളായി, നന്ദി കെട്ടവരായി നിങ്ങൾക്ക് മാറാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖലഖതു എന്ന് പറഞ്ഞാൽ, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ഖലഖതു ഞാൻ സൃഷ്ടിച്ചു എന്നർത്ഥം വരും. മാ ഖലഖതു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അൽ ജിന്ന, ജിന്ന് എന്ന് പറഞ്ഞാൽ ജിന്നു വർഗം എന്നാണ് അർത്ഥം. ആ ജിൻസാണ് ഉദ്ദേശിക്കുന്നത്. ജിന്നു വർഗം അതിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. എന്താണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ ഈ ഒരു പദങ്ങൾക്ക് ഓരോ അക്ഷരത്തിന് വ്യക്തമായ ആ ഒരു വാക്കിന്റെ അർത്ഥത്തിനോട് യോജിക്കുന്ന വാക്കായിരിക്കും. ഇപ്പൊ ജീം നൂൻ, ഈ വാക്കുകൾ ജീമും നൂനും വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം മറഞ്ഞത് എന്നുള്ളൊരു അർത്ഥമായിരിക്കും അതിനുണ്ടാവുക. ഇപ്പൊ ജിന്ന് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മറഞ്ഞ വർഗമാണ്. നമുക്കതിനെ കാണാൻ സാധിക്കുകയില്ല. മറഞ്ഞ കാര്യമാണ് ജിന്ന് എന്നുള്ളത്. നമുക്ക് ജിന്ന് അതിന്റെ രൂപത്തിലായിരിക്കെ നമുക്കതിനെ കാണുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് കാണാം ജന്ന, സ്വർഗത്തിനുള്ള പേരാണ് ജന്ന. സ്വർഗത്തിന് ജന്ന എന്ന് നമ്മൾ നേരെ അർത്ഥം പറയുമ്പോൾ നമ്മൾ സ്വർഗം എന്ന് പറയും, ജന്ന എന്ന് പറഞ്ഞ സ്വർഗം. പക്ഷെ എന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ, ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന തോട്ടങ്ങളുണ്ട്, അത് മറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉള്ളില് ഇങ്ങനെ ഇടതൂർന്ന തോട്ടങ്ങളായിക്കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ജന്ന എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള തോട്ടം എന്ന് പറഞ്ഞത്. അതുപോലെ ജീം നൂൻ വെച്ചിട്ട് ഉള്ള കാര്യമാണ് ജിനാൻ എന്ന് പറയും. ജിനാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കുട്ടി, ജനിക്കുന്നതിന് മുമ്പുള്ള കുട്ടിക്ക് ജിനാൻ എന്നാണ് പറയുന്നത്. അത് ഉള്ളിലാണ്, നമ്മളതിനെ കാണുന്നില്ല. അപ്പൊ അതിന് ജിനാൻ എന്ന് പറയും. അതുപോലെ മജ്നൂനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഭ്രാന്തന്മാരാണ് മജ്നൂൻ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ബുദ്ധി മറഞ്ഞു പോയെന്നാണ് അതിന്റെ അർത്ഥം. അവന് മറഞ്ഞിരിക്കുകയാണ്, അവന്റെ ബുദ്ധി അവിടെ ഇല്ല, അത് മറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ വാക്കിന് അതാണ് അർത്ഥം. ഇപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മറഞ്ഞത് എന്നാണ് അർത്ഥം. അപ്പൊ മറഞ്ഞ രൂപത്തിലുള്ള ഒരു വർഗമാണ് ജിന്ന് വർഗം എന്നുള്ളത്. ഇതിൽ എന്തിനുള്ള തെളിവുണ്ട്? ജിന്ന് വർഗം എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ചില ആളുകൾ അതിനെ നിഷേധിക്കുന്ന ആളുകൾ മുമ്പുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ജിന്ന് എന്ന് പറയുന്ന വർഗം ഇല്ല. അത് അങ്ങനെ മനുഷ്യരിൽപ്പെട്ട ചില എന്താ പറയാ അപകൃഷ്ടരായിട്ടുള്ള വിവരമില്ലാത്ത ആളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്ന് വർഗത്തെ നിഷേധിക്കുന്ന തഫ്സീറുകൾ നമ്മുടെ നാട്ടിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ പിന്നീട് പണ്ഡിതന്മാർ അതിനെ താക്കീത് ചെയ്തുകൊണ്ട് ജിന്ന് എന്നുള്ളത് യഥാർത്ഥത്തിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരുപാട് ആയത്തുകളിൽ സൂറത്തു ജിന്നിന്റെ സൂറത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു അധ്യായം തന്നെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് എങ്കിൽ അള്ളാഹുവിന്റെ ആയത്തിന് അത് വെറുതെ ആയിപ്പോയി എന്നായിരിക്കും അവൻ വാദിക്കുക. അപ്പൊ അത് വലിയ വലാലത്താണ്, വഴികേടാണ് ജിന്ന് എന്ന് പറയുന്ന വർഗത്തെ നിഷേധിക്കുക എന്നുള്ളത്. മറിച്ച് ജിന്ന് എന്ന് പറയുന്ന വർഗമുണ്ട്, അവരെ കുറിച്ച് ധാരാളം വിശദീകരണങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്, അവർ മനുഷ്യരെ പോലെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ ജീവിക്കുന്നവരാണ്. അവരിൽ മുഅ്മിനീങ്ങളുണ്ട്, കാഫിറുകളുണ്ട്, അള്ളാഹുവിനെ നിഷേധിച്ചവരുണ്ട്, അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്നവരുണ്ട്, ധിക്കാരികളായ ആളുകളുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൽ ഇൻസ, രണ്ടാമത് പറഞ്ഞു മനുഷ്യൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. ഇൻസ് എന്ന് പറയുന്ന അവന്റെ കാര്യം, ഉനുസ് എന്ന് പറഞ്ഞാൽ കൂടെ കൂടാനുള്ള ഒരു തത്വം, അങ്ങനെ ഒരു പ്രകൃതമായിരിക്കും അവനുണ്ടാകുക. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല, ആളുകളുമായി ഇടകലർന്ന് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത്. അത് മനുഷ്യനെ അള്ളാഹു ശുദ്ധ പ്രകൃതി ഫിത്രത്തിൽ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും സാമൂഹികമായി ജീവിക്കുക എന്നുള്ള രൂപത്തിലാണ് അവൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ആ ഒരു പേര് വരാനുള്ള കാരണം അങ്ങനെയാണ് എന്ന് കാണാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ. ഇവിടെ ലിയഅ്ബുദൂൻ എന്നുള്ളതിന് എന്താണ് ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യുക എന്താണ് എന്നുള്ളത് മുഫസ്സിരീങ്ങൾ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സഹാബത്ത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇല്ലാ ലിയുവഹിദൂൻ എന്നാണ് അർത്ഥം. എന്നെ ഏകനായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, തൗഹീദുള്ളവരാകുക എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത്, ജിന്നുകളെ മുഴുവൻ സൃഷ്ടിച്ചത്
അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയിട്ടാണ്. വേറെ തഫ്സീറിൽ കാണാൻ സാധിക്കും ബിമഅന യതദല്ലലൂന ലി ബിത്താഅതി ഫിഅലൻ ലിൽ മഅമൂരി വതർകൻ ലിൽ മഹ്ലൂർ. അവരെ വിനയത്തോടുകൂടി അങ്ങേയറ്റം താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അതുപോലെ അവന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് എതിരല്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് അതിൽ തൗഹീദ് ഉൾപ്പെടും. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കൽപ്പന തൗഹീദാണ്. അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിലക്ക് ശിർക്കാണ്. അപ്പൊ അതും ഉൾപ്പെടും. രണ്ട് തഫ്സീറുകളും ഒരുമിപ്പിക്കാൻ പറ്റുന്ന തഫ്സീറുകളാണ്. ഇതാണ് പണ്ഡിതന്മാർ ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂലുമാരെ അയക്കുന്നതിലും കിതാബുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും അവർക്ക് കൂടെ അയക്കുന്നതിലും യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. മറിച്ച് റസൂലുമാരെ, ദൂതന്മാരെ അള്ളാഹു അയച്ചത്, അവർക്ക് കിതാബുകൾ കൊടുത്തത് ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല, അതിനൊന്നും ഒരു ലക്ഷ്യവുമില്ല എങ്കിൽ പിന്നെ നമ്മളും ഇവിടെയുള്ള കന്നുകാലികളും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമില്ല, അവർക്ക് ജീവിക്കുന്ന ലക്ഷ്യബോധമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉമ്മത്തിലും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, നമുക്കും അയച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു നിയ്യത്താണ് ഉണ്ടാകേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇബാദത്തിന്, അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്തിന് എതിരാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, എന്റെ അടിസ്ഥാനപരമായി എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് വിട്ടിട്ട് ഞാൻ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, പല ആളുകളുടെയും പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടാൽ, അവരുടെ തിരക്കുകൾ കണ്ടാൽ, അവർക്ക് നന്മയിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള കാരണങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിച്ചു പോകും ഇവന് വേറെ എവിടെയോ ഒരു ലോകത്തേക്ക് പോകാനുണ്ട്, അതല്ലെങ്കിൽ ഇവനെ സൃഷ്ടിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ കൂറ്റൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുക, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക എന്നതായിരിക്കും ഇവന്റെ ലക്ഷ്യം എന്ന് തോന്നിപ്പോകും. ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ അതാണ് തോന്നിപ്പോകുന്നത്. അപ്പൊ അള്ളാഹു അവരെ കൃത്യമായി ഉണർത്തുന്നു, നിങ്ങൾ ഓരോരുത്തരെയും, അത് ഇവിടെ മുസ്ലിമായി അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാകട്ടെ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന കാഫറുകളാകട്ടെ, ഇവർ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതാണ്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാകണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനെതിരെ എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, നോമ്പ് നോക്കാൻ സാധിക്കുന്നില്ല, എന്നിട്ട് ഞാൻ ഈ ദുനിയാവിന്റെ പിന്നിൽ പോവുകയാണ്. അള്ളാഹു നിർബന്ധമായി എന്നോട് പറഞ്ഞ തൗഹീദ് എനിക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു ലക്ഷ്യമുള്ള ആളുകൾക്ക് മനപ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ മനം തളർന്നു പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് പറയുന്നവന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിൽ സഹിക്കാൻ സാധിക്കും. നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, അതിൽ കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു ലക്ഷ്യബോധമില്ലാത്ത ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർ കോടീശ്വരന്മാരായിരിക്കും, കോടീശ്വരന്മാരായി ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഇടിവ് വരുമ്പോഴേക്കും അവർ ചെറിയൊരു കയറെടുത്ത് അതിൽ തൂങ്ങുക, അതല്ലെങ്കിൽ ഒരു പോയിസൺ കഴിച്ച് മരിക്കുക. ചിലപ്പോ വളരെ ബാലിശമായ കാരണങ്ങൾക്ക്, ചെറിയ കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് വിചാരിച്ചപ്പോഴേക്കും, നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും, 10, 20, 30 വയസ്സൊക്കെ ഉള്ള, ചിന്തിക്കാനും അങ്ങനെ കഴിവുള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവർക്ക് ഈ ഒരു കാര്യം അറിയില്ല, അവർ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്ന ബോധ്യം അവർക്കില്ലാതാകുമ്പോൾ അവരിത് ഇങ്ങനത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്, മനം നൊന്തുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട്. എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ ചിന്തിക്കും, ഇത് പോട്ടെ, ഇത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായകമാകുന്ന ഒരു കാര്യത്തിൽ പെട്ടതാണ്, ഇതിലൊരു ഇടിവ് വരിക എന്നുള്ളത് എന്നെ വലിയ ബാധിക്കുന്ന കാര്യമല്ല, ഞാനിവിടെ ശാശ്വതമായി ഉണ്ടാകുന്ന ഒരാളുമല്ല എന്നൊരു ചിന്ത അവനുണ്ടാകും. ഈ ചിന്ത ഇല്ലാത്ത ആളുകൾക്ക് ആ ഒരു ലക്ഷ്യം, ഞാൻ പഠിച്ച് ഇന്നടുത്ത് എത്തണം,
ആ പഠിച്ചെന്നിടത്ത് എത്തണമെന്നുള്ള ചിന്ത അത് മാത്രമേ അവനുള്ളൂ. ഇതൊന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് സഹായമാകുന്ന ഒരു ചിന്ത അവനില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു തടസ്സമുണ്ടാകുമ്പോൾ ഉടൻ തന്നെ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കും. ചിലപ്പോൾ ഈ ജീവിതം തന്നെ ഇനി വേണ്ടാന്ന് തീരുമാനിക്കും. എനിക്ക് കച്ചവടം ചെയ്യുന്ന വ്യക്തി, അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവനാണ്. ഇതൊക്കെ എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു ഉപകാരമുണ്ടാകും എന്ന് ചിന്തിക്കുന്നവനാണ് എങ്കിൽ അതുകൊണ്ട് അവന് ഖൈറുണ്ടാകും. എന്നാൽ അതല്ല, ഇത് തന്നെയാണ് എന്റെ ലക്ഷ്യം, ഇതിലെനിക്കൊരു വലിയ ആളാകണം, ഇതിനൊരു വലിയ നേട്ടം എനിക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ആൾക്ക് അതിലെന്തെങ്കിലും ഇടിവ് വരുന്ന സമയത്ത് അവനത് നിരാശനും നന്ദി കെട്ടവനുമായി മാറുന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കുക, അത് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. ഏതൊരു കാര്യവും അത് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. എന്തൊരു കാര്യവും നമുക്ക് ഇബാദത്താക്കി മാറ്റാം. അസ്ലിയായ ഇബാദത്തുകളുണ്ട്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇതൊക്കെ അസ്ലിയായ അടിസ്ഥാനപരമായ ഇബാദത്തുകളാണ്. ഇനി നമ്മൾ ചെയ്യുന്ന വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ പ്രയാസപ്പെടുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. കാരണം ഇത് മുഖേന എന്റെ കുടുംബത്തെ നയിക്കുക, അവരുടെ വിശപ്പ് മാറ്റുക, അവർക്ക് ആവശ്യമുള്ള റിസ്ക് അത് കൊണ്ടുകൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങൾ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള, ഭക്ഷണം, കുറച്ചൊരു ഭക്ഷണം, അതുപോലും സദഖയിൽപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. ഈ ഒരു ലക്ഷ്യമില്ലാത്ത ആളുകൾ അവർ അലക്ഷ്യമായി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം തന്നെ നമ്മോട് പറഞ്ഞു, ഈ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മിൻഹും, അവരിൽ നിന്ന്, മിൻ റിസ്ഖ്, അവരെന്തെങ്കിലും റിസ്ക് എനിക്ക് തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നത്. നിങ്ങൾ അല്ലാഹുവിന് എന്തെങ്കിലും ഉപകാരമുണ്ടാകാനല്ല ഇബാദത്ത് ചെയ്യുന്നത്. ഇബാദത്തിന്റെ ലക്ഷ്യം നിങ്ങളെ സ്വയം തടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതായാലും അള്ളാഹു സൃഷ്ടിച്ചത് പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നിങ്ങൾ തടിയെ നരകത്തിൽ നിന്നും കാക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചോദിക്കുന്നു, അപ്പോൾ ചില സ്ഥലത്ത് ഖുർആനിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട്, മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു. അപ്പോൾ ആരുണ്ട് അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുവാൻ ആരുണ്ട്? ഫയുദാഇഫഹു ലഹു, അങ്ങനെ അള്ളാഹു അവന് ആ കടം ഇരട്ടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന് എന്തെങ്കിലും ഉപകാരത്തിനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മനുഷ്യന്മാരോട് പൊതുവെ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഉണർത്തിയെന്ന് മാത്രം. അതല്ലാതെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക എന്നതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ഉപകാരവുമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കടത്തിനോട് സാദൃശ്യപ്പെടുത്തിയത് അള്ളാഹു തിരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നുള്ള രൂപത്തിലാണ്. ഒരാൾ കടം കൊടുത്താൽ അയാൾ തിരിച്ചു തരും. കടം കൊടുക്കുന്നത് അങ്ങനെയാണ്, വെറുതെ കൊടുക്കുന്നത് പോലെയല്ല. കടം കൊടുത്തതിനാൽ തിരിച്ചു തരും. രണ്ട് രൂപത്തിൽ ആളുടെ പൈസ കൊടുക്കും. വെറുതെ സഹായത്തിനായി കൊടുക്കും, അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. കടം കൊടുത്തതിനാൽ തിരിച്ചു കിട്ടും. അതുപോലെ നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ ആവുകയില്ല, മറിച്ച് ഇരട്ടിയായിക്കൊണ്ട് അള്ളാഹു തിരിച്ചു തരും. അത് ആഖിറത്തിൽ അള്ളാഹു തിരിച്ചു തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെറിയൊരു സദഖ കൊടുത്താൽ അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ട് വലിയ വൃക്ഷമാക്കിക്കൊണ്ട് അത്രക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകും. നിങ്ങൾ 1 രൂപയായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക, പക്ഷെ നാളെ പ്രതിഫലം ലഭിക്കുന്നത് 1 രൂപക്കുള്ളതല്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇരട്ടിയായി നിങ്ങൾക്ക് കടം തിരിച്ചു തരും. അപ്പൊ ആളുകൾക്ക് അറിയുന്ന ഒരു ഇടപാടിനെ കുറിച്ച് അള്ളാഹു ഉണർത്തിയെന്ന് മാത്രം. കാരണം കടം അതാണ്, കടം കൊടുത്താൽ തിരിച്ചു കിട്ടും. അതുപോലെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ അതിന് ഇരട്ടിയായി നൽകും, അതല്ലാതെ വെറുതെ ആയി പോകുന്നില്ല എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അഥവാ നമ്മുടെ ഇബാദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്, അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്തിൽ നമ്മളെല്ലാവരും ഇബാദത്ത് ചെയ്തു എന്ന് വെച്ച് എന്തെങ്കിലും വർദ്ധിക്കാനില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിനെ നിഷേധിച്ചാലും അവന്റെ ഇസ്സത്തിൽ ഒന്നും കുറയാനുമില്ല. അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുപോലെ തന്നെ ഈ ആയത്തിൽ മറ്റൊരു സൂചനയുമുണ്ട്. അഥവാ അള്ളാഹു മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചവനാണ്. അങ്ങനെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നതിൽ മനസ്സിലാക്കാം. ആകാശ ഭൂമികളെയും അതുപോലെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഒക്കെ ഞാനാണ് സൃഷ്ടിച്ചത്, അപ്പോൾ എന്നെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നൊരു സൂചനയും ഇതിൽ കാണാം. അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 1-ാമത്തെ കൽപ്പന തന്നെ
തൗഹീദിലേക്കുള്ള കൽപ്പനയാണ്. നമ്മൾ ഖുർആൻ മുസാഫ് എടുത്ത് നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ അതിൽ കൽപ്പനയില്ല. ബക്കറയിൽ 1-ാമത്തെ പേജ് അതിൽ കൽപ്പനയില്ല. അതിൽ 2-ാമത്തെ പേജ് അതിൽ കൽപ്പനയില്ല. 3-ാമത്തെ പേജിന്റെ പകുതിയിലാണ് ഖുർആനിൽ ആദ്യത്തെ ഒരു കൽപ്പന പറയുന്നത്, മനുഷ്യന്മാരോട് പറയുന്നത്. 1-ാമത്തെ കൽപ്പന അതാണ്. എന്ത് കൽപ്പനയാണത്? തൗഹീദാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തുകയാണ്. അപ്പൊ സൃഷ്ടിപ്പ് എന്നുള്ളത് ഇബാദത്ത് ചെയ്യാൻ അർഹത ലഭിക്കാനുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അഥവാ സൃഷ്ടിച്ചവൻ മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾ നോക്കൂ, അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, കേവലം മഖ്ലൂക്കുകളാണ്. അവർ ആരുടെയൊക്കെ വയറ്റിൽ ജനിച്ചവരാണ്, അതല്ലെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ സൃഷ്ടികളാണ്. ഒരു കാലത്ത് ദുർബല അവസ്ഥ കടന്നുപോയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കേവലം സൃഷ്ടികളാണ്. ഈ കേവലം സൃഷ്ടികൾക്ക് ഇബാദത്തിന് അർഹതയില്ല. സൃഷ്ടിച്ചവനായ റബ്ബിന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്നൊരു സൂചനയും ഇതിലുണ്ട്. കാരണം അള്ളാഹു ഖൽക്കിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ധാരാളം ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന രൂപത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു ആകാശഭൂമികളെയും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നതാണത്. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ, തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട്, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലും റസൂലൻ, ദൂതനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ദൂതനെ നിയോഗിച്ചത്? അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ അവർ ഒഴിവാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ ലക്ഷ്യം, പ്രബോധന ലക്ഷ്യം, റസൂലുമാരുടെ പ്രബോധന ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാണാം ഇതിൽ ഓരോ വാക്കുകൾ. വലഖദ്, ലഖദ്, ഖദ് എന്ന് പറയുന്ന വാക്ക് തന്നെ അറബിയിൽ തീർച്ചയായും എന്ന അർത്ഥം കിട്ടാനാണ്, തീർച്ചപ്പെടുത്താനാണ്. ഈ ലാമാകട്ടെ അതിന്റെയും അർത്ഥം അത് തന്നെയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഒരു പക്ഷെ വിവർത്തനം ചെയ്യുമ്പോൾ തീർച്ചയായും എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലേക്ക് തീർച്ചപ്പെടുത്താൻ ഒരു വാക്ക് ഉണ്ടായിക്കോളന്നില്ല. പക്ഷെ അറബിയിൽ ആ വാക്കിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അർത്ഥത്തിനും വ്യത്യാസം ഉണ്ടാവും. അറബിയിൽ നമ്മൾ പറയും സിയാദത്തുൻ ഫിൽ മബ്ന, സിയാദത്തുൻ ഫിൽ മഅന. അതിന്റെ കൺസ്ട്രക്ഷനിൽ അതിലുണ്ടാക്കുന്നതിൽ വർധനവുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. കൂടുതൽ അങ്ങേയറ്റം തീർച്ചപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ടതില്ല. നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിക്കോളൂ. വലഖദ് ബഅസ്നാ, നാം നിയോഗിച്ചിട്ട്. ബഅസ എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നാണ് അർത്ഥം. അർസല, അയക്കുക എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ജുമുഅ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവനാകുന്നു അവരിൽ നിന്ന് തന്നെ നിരക്ഷരനായ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. എന്നിട്ട് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണത്? അവരെ കിതാബ് പഠിപ്പിക്കാൻ, സുന്നത്ത് പഠിപ്പിക്കാൻ, അവർ സംസ്കരിച്ചെടുക്കാൻ. കാരണം അവർ നേരത്തെ വ്യക്തമായ അന്ധകാരത്തിലും ജഹാലത്തിലുമായിരുന്നു എന്നതിനത്രേ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ബഅസ എന്ന് പറയുന്ന വാക്ക്. ബഅസ എന്ന് പറഞ്ഞാൽ നിയോഗിച്ചു. ബഅസ്ന, നാം നിയോഗിച്ചു എന്നാണ് അർത്ഥം. വലഖദ് ബഅസ്ന, തീർച്ചയായും നാം നിയോഗിച്ചു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും. ഉമ്മത്ത് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് അറബി ഭാഷയിൽ. പല അർത്ഥങ്ങളും അതിനുണ്ട്. ഖുർആനിൽ തന്നെ പല അർത്ഥത്തിലും ഉമ്മത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ഈ ത്വായിഫത്ത് അഥവാ ഈ ഒരു സമുദായം എന്നുള്ള അർത്ഥത്തിൽ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ, ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ഓരോ സമുദായത്തിലും എന്നാണ് അർത്ഥം. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലടത്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ അവർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ എന്ന രൂപത്തിൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് പറഞ്ഞതുപോലെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ ഇമാമായിരുന്നു എന്ന അർത്ഥത്തിൽ. ഉമ്മ എന്നവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നല്ല, മറിച്ച് ഇമാമായിരുന്നു എന്ന അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ ഉമ്മത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മില്ല, അവർ അനുഷ്ഠിച്ചു പോരുന്ന ഒരു മാർഗം എന്നുള്ള രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന വജദന ആബാഅന അലാ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കളെ ഒരു മാർഗം
സ്വീകരിച്ചു പോരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം ഉമ്മത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലഘട്ടം എന്ന അർത്ഥത്തിലും ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വദ്ദക്കറ ബഅദ ഉമ്മ, സൂറത്ത് യൂസുഫിലെ ആ ജയിലിലുള്ള രണ്ടാളുകൾ കഥ പറയുമ്പോൾ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അവൻ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബഅദ ഉമ്മ ഐ ബഅദ സമൻ, ഒരുപാട് കാലഘട്ടം എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ സമുദായം എന്നുള്ള അർത്ഥത്താണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഉമ്മത്തിലും ഏതൊക്കെ ഉമ്മത്ത് ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അറിയിച്ചു തന്നത് എന്ന പ്രവാചകന്മാരെ കുറിച്ചിട്ടാണ്. അതല്ലാത്ത നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ടാകാം, നമുക്കറിയുകയില്ല. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഇന്ന വ്യക്തി പ്രവാചകനാണ്, ഇന്ന വ്യക്തി ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള ചില മറ്റു മതങ്ങളൊക്കെ പുണ്യപുരുഷന്മാരെന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ആളുകളെ ഇത് നമ്മുടെ നബിയായിരിക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അത് വലിയ അബദ്ധമാണ്. ഒരിക്കലും തന്നെ നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം നബിമാരെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന ആള് നബിയായിരിക്കും അല്ലെങ്കിൽ ഇന്ന ആള് നബിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ അള്ളാഹുവിന്റെ തെളിവ് വേണം. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യം കൊണ്ടല്ലാതെ നമുക്കത് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഉമ്മത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഉമ്മത്തിന് ഓരോ ഉമ്മത്തിലേക്കും റസൂലുമാരെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം, പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഒന്ന് ഇഖാമത്തുൽ ഹുജ്ജ, അവർക്കുമേൽ തെളിവ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവർക്കിനി ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീന, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായിക്കൊണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, നരകത്തെ തൊട്ട് താക്കീത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ടാണ് റസൂലുമാർ. അങ്ങനെയായിട്ട് അയച്ചൂലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ, നിയോഗത്തിന് ശേഷം അള്ളാഹുവിനെതിരെ അവർക്കൊരു തെളിവ് പറയാൻ സാധിക്കുകയില്ല. എനിക്കറിയില്ല, എന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖാമത്തുൽ ഹുജ്ജ ഓരോ സമുദായത്തിലും, അല്ലെ ഇന്നത്തെ ഈ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുന്ന ഓരോ മനുഷ്യന്റെ മേലും ബാധ്യതയാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്തിലേക്കാണ് അദ്ദേഹം ക്ഷണിച്ചത്, എന്തിൽ നിന്നാണ് അദ്ദേഹം താക്കീത് ചെയ്തത്, ഇത് ഓരോരുത്തരുടെ മേൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കുറിച്ച് കേട്ടു, ഒരു യഹൂദിയാകട്ടെ നസ്രാണിയാകട്ടെ, എന്നെ കുറിച്ച് കേൾക്കുകയും പിന്നീട് അവൻ കാഫിറായി മരണപ്പെടുകയും ചെയ്താൽ ഇല്ല ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിക്കാതെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി അവൻ മനസ്സിലാക്കി കേട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവൻ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ചില വിഭാഗമുണ്ട്, അഹ്ലുൽ ഫത്ര എന്നറിയപ്പെടുന്ന, അഥവാ ഈ റിസാലത്ത് എത്തിപ്പെടാത്ത ഏതെങ്കിലും ഉൾപ്രദേശങ്ങൾ. അവരൊരിക്കലും തന്നെ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ ഒരു നബിയെ കുറിച്ച് അവർക്ക് അറിയുകയും ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പരീക്ഷണം ഏർപ്പെടുത്തും. അവിടുന്ന് ആ പരീക്ഷണത്തിന് ശേഷമായിരിക്കും അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കണമോ അതല്ല നരകത്തിലേക്ക് പറഞ്ഞയക്കണമോ എന്നുള്ളത്. അതല്ലാത്ത മുഴുവൻ മനുഷ്യന്മാർ, നമ്മുടെ ഈ ഉമ്മത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളത് അവർക്ക് മേൽ നിർബന്ധമാണ്. അപ്പോൾ പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇഖാമത്തുൽ ഹുജ്ജ, തെളിവ് സ്ഥാപിക്കൽ എന്നതാണ്. രണ്ടാമത് റഹ്മ, കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, താങ്കളെ ഭൂലോകർക്കൊരു കാരുണ്യവാനായിക്കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അഥവാ റഹ്മത്തുൽ ലിൽ ആലമീനാണ് പ്രവാചകൻ. എല്ലാവർക്കും റഹ്മത്താണ്, കാരുണ്യമാണ്. അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ളതെല്ലാം നന്മയാണ്. ഈ മാർഗം സ്വീകരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും റഹ്മത്ത് കിട്ടും, അള്ളാഹുവിന്റെ നാളെ ആഖിറത്തിലും ലഭിക്കും. ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ട മാർഗങ്ങൾ, ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബയാനു ത്വരീഖിൽ മുസ്രി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് എത്തേണ്ട മാർഗം വിശദീകരിക്കാൻ. എന്ന മാർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താം, എന്ന മാർഗത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും പിഴച്ചുപോകും എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മാർഗം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഈ ആയത്തിൽ പറയുന്നു അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഇവരുടെ ഈ ആയത്തിൽ പറയുന്ന ലക്ഷ്യം ഒന്ന് അനിഅ്ബുദുല്ലാഹ് ഐ തദല്ലലു ലഹു ബിൽ ഇബാദ വസബഖ തദല്ലലു ലഹു ബിൽ ഇബാദ, ഇബാദത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിനയത്തോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അങ്ങേയറ്റം വിനയത്തോടുകൂടിയും അതുപോലെ തന്നെ അങ്ങേയറ്റം ഖുശൂഅോടുകൂടിയും ഭയഭക്തിയോടുകൂടിയും ഇബാദത്ത് ചെയ്യേണ്ടത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്, നിന്നെ പടച്ച റബ്ബിനെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരിലേക്കും ഓരോ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് കാണാം. ഇബാദ എന്നുള്ളത് എന്താണ് കാര്യം? ഇബാദ അതിന് പണ്ഡിതന്മാർ പറയുന്നത് അത് അങ്ങേയറ്റം അക്സായത്തിൽ ഖുശൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റം ഭയഭക്തിയോടുകൂടി വിനയത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി, അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിൽ വിനയമില്ല എങ്കിൽ അല്ലെങ്കിൽ ഖുശൂ ഇല്ല എങ്കിൽ ആ രൂപത്തിലാണെങ്കിൽ അതിനെ ഇബാദത്ത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾ, അങ്ങനെ ആ രണ്ട് രൂപത്തിൽ ഇബാദത്തിനെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന് ഇബാദത്തിന്റെ സത്ത എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്, അത് ഒരാളോട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് ഇബാദത്താകുന്നത് എപ്പോൾ, ഇബാദത്താകാത്തത് എപ്പോൾ? അങ്ങേയറ്റം വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന, അങ്ങേയറ്റം താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള കാര്യമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒരാളോട് ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾക്കുള്ള ഇബാദത്തായി. ചില ആളുകൾ പറയും, നമ്മൾ ഖബറിന്റെ അടുക്കൽ പോയി അവരോട് ചോദിക്കുന്നത്, നമ്മൾ അവരെ ദുആ ചെയ്യുന്നില്ല, അത് ഇബാദത്താവുകയില്ല. യഥാർത്ഥത്തിൽ അവരെങ്ങനെയാണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ചിലപ്പോൾ അതിനേക്കാളും താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയായിരിക്കും, ബഹുമാനത്തോടുകൂടിയായിരിക്കും അവർ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അത് അവർക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് അത് ശിർക്കാണെന്ന് പറയുന്നത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഷിർക്ക്, അതാണ് ഷിർക്ക്. അപ്പൊ ഇബാദത്തിന് ബിമഅന തദല്ലുൽ, അങ്ങേയറ്റം വിനയം എന്നുള്ള അർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ സ്വീകരിച്ച് വിലക്കുകൾ അതിൽ നിന്ന് വിട്ടുനിന്ന് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇബാദത്ത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏതൊക്കെയാണ് ഇബാദത്ത് എന്നുള്ളത് പണ്ഡിതന്മാർ വേറൊരു നിർവചനം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഇസ്മുൻ ജാമിഉൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു നിർവചനമാണ്, വളരെ പ്രശസ്തമായത്, വളരെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അദ്ദാഹിറത്തി വൽ ബാത്തിന. അതൊരു സമഗ്രമായ പദമാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു? എല്ലാ കാര്യവും. ലികുല്ലി മാ യുഹിബ്ബുഹു, അല്ലാഹു ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ്, അല്ലാഹു ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇബാദത്താണ്. നിസ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അത് ഇബാദത്താണ്. നോമ്പ് ഇഷ്ടപ്പെടുന്നു, ഇബാദത്താണ്. സദഖകൾ ഇബാദത്താണ്. നല്ല വാക്ക് പറയുക അല്ലാഹു ഇഷ്ടപ്പെടുന്നു, നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്, അത് ഇബാദത്താണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, വയർല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതുമായ മിനൽ അഖ്വാൽ, അങ്ങനെ പറയുന്ന ഇബാദത്തുകൾ ചിലത് സംസാരങ്ങളുണ്ട്. നന്മ കൽപ്പിക്കുക അത് സംസാരത്തിൽപ്പെട്ടതാണ്, ദിക്ർ സംസാരത്തിൽപ്പെട്ടതാണ്, ഖുർആൻ പാരായണം സംസാരത്തിൽപ്പെട്ടതാണ്. വൽ അഅമാൽ, ചിലത് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ശരീരം കൊണ്ടും ചെയ്യുന്നുണ്ട്, ഹജ്ജ് ഉംറ അങ്ങനെ ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട്. അദ്ദാഹിറ വൽ ബാത്തിന, ചില പ്രവർത്തനങ്ങൾ ബാഹ്യമായി ആളുകൾക്ക് കാണാൻ പറ്റും, ചില പ്രവർത്തനങ്ങൾ ഉള്ളിലാണ്. പേടിക്കുക, അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുന്നത് അത് ഉള്ളിലുണ്ടാകേണ്ടതാണ്. വിനയമുണ്ടാകുക, അഹങ്കാരമില്ലാതിരിക്കുക, അസൂയയില്ലാതിരിക്കുക, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ ഉണ്ടാകുക, ഭരമേൽപ്പിക്കൽ, തവക്കുൽ, ഇതൊക്കെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതും ഇബാദത്താണ്. അപ്പൊ അതിനെല്ലാം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു നിർവചനമാണത്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാത്തിനെയും അറിയിക്കുന്ന ഒരു സമഗ്രമായ പദമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് അഖ്വാലുകൾ ഉണ്ടാകും, അതുപോലെ അമാലുകൾ ഉണ്ടാകും, പ്രവർത്തനങ്ങൾ സംസാരങ്ങൾ ഉണ്ടാകും, ലാഹിറായതും ബാത്തിനായതും, നമ്മൾ പുറമെ ആളുകൾക്ക് കാണാൻ പറ്റുന്നതും അതിനുള്ളിലുള്ളതും. ചില ഇബാദത്തുകൾ ഉള്ളിലുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. നീയത്ത് നമുക്ക് പുറത്തു കാണിക്കാൻ പറ്റുകയില്ല. നീയത്ത് ആള് നാവുകൊണ്ട് ചൊല്ലി പറയുന്നതുകൊണ്ട് അത് നീയത്ത് എന്ന് പറയുകയില്ല. കാരണം നീയത്ത് എന്ന് പറയുന്നത് ഉള്ളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. എന്നാൽ നീയത്ത് എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാകും. എന്താണ് ഇവൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അങ്ങനെ എല്ലാമുള്ള കാര്യത്തിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക. വജ്തനിബു താഗൂത്ത്, താഗൂത്തുകളെ നിങ്ങൾ വെടിയണം. എന്താണ് ഇജ്തനബ എന്ന് പറഞ്ഞാൽ? ഇജ്തനബ എന്ന് പറയാൻ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക, പൂർണ്ണമായി വിടുക എന്നുള്ളതാണ്. അറബി ഭാഷയിൽ തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്ന് അർത്ഥമുണ്ട്. എന്നാൽ ഇജ്തനബ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച് അതിൽ നിന്നും അകലുക എന്ന് മാത്രമാണ്. ഒരു കാലത്ത് ഉപേക്ഷിച്ച് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. ഇജ്തനബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിനെ വെടിയുക, ആ ഭാഗത്തേക്ക് നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ അറബി ഭാഷയിൽ ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരു വശം എന്നാണ് അർത്ഥം. ഒരു വശത്തിനാണ് ജാനിബ് എന്ന് പറയുക. അപ്പൊ ഇജ്തനബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെയാണോ വിട്ടത് അതൊരു വശത്താണെങ്കിൽ നിങ്ങൾ വേറെ വശത്തായിരിക്കണം. അത് ഷിർക്കാണെങ്കിൽ ഷിർക്കിന്റെ ഭാഗത്തേ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഷിർക്ക് ആ വശത്തും നിങ്ങൾ ഈ വശത്തുമാണ്. നിങ്ങൾ ബിദ്അത്തുകളിൽ നിന്ന് ഉപേക്ഷിക്കാൻ ഇജ്തനിബു വൽ ബിദ്അ, ബിദ്അത്തുകൾ നിങ്ങൾ വെടിയണമെന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അതിന് നേരെ എതിരായിരിക്കും. നിങ്ങൾ തിന്മകളിൽ നിന്ന് വെടിയാൻ അള്ളാഹു ഇജ്തനിബു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഊഹത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. കള്ളു ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ അതിനെ വെടിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കള്ളു കുടിക്കുക അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹറാമാണ്. കള്ള് കേവലം കുടിക്കാതിരുന്നാൽ മാത്രം പോരാ, മറിച്ച് അതിനെ സഹായിക്കുന്ന രൂപത്തിൽ അത് എത്തിച്ചു കൊടുക്കുക, അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതാണ് ഇജ്തിനാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു അതാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇജ്തനിബു താഗൂത്ത്, ശിർക്കിന്റെ ദുർമൂർത്തികളെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണം. എന്താണ് ആ താഗൂത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ദുർമൂർത്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥം ലഭിക്കുകയില്ല. അറബി ഭാഷയിൽ തഗ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒരു പരിധി വിട്ടു എന്നാണ് അർത്ഥം. തഗ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ടു എന്നാണ് അർത്ഥം. ഇത് സൂറത്തു അൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ഇന്നാ ലമ്മ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. നൂഹ് അലൈഹിസ്സലാമിന്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ലോകം മുഴുവനും വെള്ളത്തിലായി. ഇന്നാ ലമ്മ തഗൽ മാ, വെള്ളം അതിന്റെ പരിധി വിട്ട് പൊങ്ങി. ഹമൽനാകും ഫിൽ ജാരിയ, അവരെ നാം രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതിന്റെ തജാവുസ ഹദ്ദഹു, അതിന്റെ പരിധി വിട്ടു എന്ന അർത്ഥമാണ് അവിടെ വന്നത്. എന്നാൽ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താഗൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിന് നല്ലൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ തജാവസ ബിഹി അൽ അബ്ദു ഹദ്ദഹു, ഒരു അടിമ അവൻ മിൻ മത്ബൂഇൻ ഔ മൗബൂദിൻ ഔ മുതാഇൻ, ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ, ആരെ ആരാധിക്കണമെന്ന വിഷയത്തിൽ, ആരെ അനുസരിക്കണമെന്ന വിഷയത്തിൽ, ആരുടെ അനുയായിയാകണം എന്നുള്ള വിഷയത്തിൽ ഒരാളെ അതിരിവിടുക, പരിധി വിടുക എന്നുള്ളതാണ് താഗൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ മിൻ മഅബൂദിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയെ ഒരാൾ ഇബാദത്ത് ചെയ്യുകയും അയാൾ അതിനെ തൃപ്തിപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് താഗൂത്താണ്. അപ്പൊ ഒരാളെ തൃപ്തിപ്പെടുകയാണ് അയാളെ ഇബാദത്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. അപ്പൊ അവർ തൃപ്തിപ്പെടുകയാണ്, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ എനിക്ക് തൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുന്നു, അയാൾ ഒരു താഗൂത്താണ്, സംശയമില്ല. അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ താഗൂത്തുകളാണ്. അതുപോലെ തന്നെ ഔ മത്ബൂഇൻ, പിൻപറ്റുന്ന വിഷയത്തിൽ ഒരാളെ അന്ധമായി പിൻപറ്റുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നതാണ്, അയാൾക്കത് യാതൊരു വിഷയവുമില്ല, അയാൾ അന്ധമായി ഇന്ന പണ്ഡിതൻ പറഞ്ഞത് പിൻപറ്റുക, അന്ധമായി പറയുക. തൗഹീദ്, റസൂൽ തൗഹീദിലേക്ക് ക്ഷണിച്ചാൽ ഇയാൾ ഇന്ന പണ്ഡിതൻ പറഞ്ഞു ശിർക്കാണ് ചെയ്യേണ്ടത്, ഇന്ന സൂഫി വര്യം പറഞ്ഞു ഈ രൂപത്തിൽ ചെയ്യണം, നിങ്ങൾ ഇന്ന് ദർഗയിൽ പോയി പ്രാർത്ഥിക്കണം, അയാൾ അതാണ് സ്വീകരിക്കുന്നത്. അത് അയാൾ ത്വാഗൂത്താക്കി മാറ്റുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന വിഷയത്തിൽ അതിനെല്ലാം പരിധി വിട്ടുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് പോകുക എന്നുള്ളത് താഗൂത്ത് എന്ന പദത്തിൽപ്പെടും. ഇതിൽ തന്നെ പെട്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമങ്ങൾ കൊണ്ട് വിധിക്കുന്നതിനെ തൃപ്തിപ്പെടുക, അത്തരത്തിലുള്ള വിധികൾ വിധിക്കുന്ന ആളുകൾ അതവർ അള്ളാഹുവിന്റെ നിയമത്തെക്കാളും നല്ല നിയമമാണെന്ന് വാദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതേപോലെയുള്ള നിയമമാണെന്ന് വാദിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ നിയമത്തെ വലിച്ചെറിയുകയും അങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ കൊണ്ട് വിധിക്കുകയും ചെയ്താൽ അവരെയും താഗൂത്തിലാണ് പെടുക. ഇപ്പൊ ഒരാൾ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വ്യഭിചാരിയെ അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണം. അയാൾ പറയണം ഇത് വളരെ ക്രൂരമായൊരു നിയമമായിപ്പോയി, ഇത് പാടില്ല, ഇത് പാടില്ല, ഇതിന് പകരം നല്ലത് ഞാൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെ വേറെന്തെങ്കിലും ഒരു ശിക്ഷയാണ്, കുറച്ചു മാസം ജയിലിലിടുക, ഇത് മതി, അള്ളാഹുവിന്റെ ഈ നിയമം പാടില്ല എന്ന് പറഞ്ഞ് അയാൾ വിധിക്കുകയാണ് എങ്കിൽ അയാൾ താഗൂത്തായി മാറും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളെ പരിധി വിട്ടുകൊണ്ട് ഇയാൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിലക്കിയിട്ടുള്ള
കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് വിധിക്കുന്നില്ലയോ അവൻ ളാലിമീങ്ങളിൽപ്പെട്ടതാണ്, അക്രമികാരിൽപ്പെട്ടതാണ്, ഫാസിഖീങ്ങളിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ കാഫിറുകളിൽപ്പെട്ടതാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ വിശദീകരണമുണ്ട്. ചില ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ നിയമത്തിന് എതിരായി വിധിക്കേണ്ടി വരുന്നത് അവർ യാതൊരുവിധ തൃപ്തിയും കൊണ്ടായിരിക്കുകയില്ല. തൃപ്തിയില്ലാതെ അള്ളാഹുവിന്റെ നിയമത്തിനെതിരായി എന്തെങ്കിലും കാര്യങ്ങൾ അയാളുടെ ഭരണത്തിലുണ്ടാകും, അതിൽ യാതൊരു തൃപ്തിയും അയാൾക്ക് ഉണ്ടാകുകയില്ല. അയാൾ അതിനെ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവരെ കാഫിറുകൾ, ദീനിൽ നിന്ന് പുറത്തുപോയ ആൾ എന്ന് വിളിക്കപ്പെടുകയില്ല എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. ശരി, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, താഗൂത്തുകളെ വെടിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അന്നൽ അസ്നാമ മിനത് തവാഗീത്ത് അല്ലതി തുഅ്ബദു മിൻ ദൂനില്ലാഹ്, ഈ വിഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതാണ് ഈ ആയത്ത് തൗഹീദുമായി ബന്ധപ്പെടുന്ന കാര്യം. കാരണം ഇതിൽ വളരെ വ്യക്തമായി അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രധാനപ്പെട്ട 2 റുക്നുകൾ, അതിന്റെ സ്തംഭങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രധാനപ്പെട്ട 2 റുക്ൻ എന്ന് പറയുന്നത് അസ്ബാത്തും നഫിയുമാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ സകലതിനെയും നിഷേധിക്കുകയാണ്. ഒന്നുമില്ല ഇലാഹായിട്ട്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഈ കാര്യം ഈ ആയത്തിലുണ്ട്, വ്യക്തമായി പറയുന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂൽ അൻ യഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അഥവാ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇലാഹായി കണക്കാക്കുക എന്ന് പറഞ്ഞതിന് തുല്യമാണ്. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെ ഉപേക്ഷിക്കുക, അഥവാ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന കലിമയോട് ബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഒരു 2 റുക്നുകൾ ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഉണ്ടായാലാണ് തൗഹീദാകുകയുള്ളൂ. ഒരാൾ പറയുന്നു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തൗഹീദാവുകയില്ല, മറിച്ച് അള്ളാഹുവിന് മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് കൃത്യമായിട്ട് തന്നെ പറയണം. കാരണം ഒരാൾ മറ്റു മുശ്രിക്കുകളെ അവൻ നിഷേധിക്കുന്നില്ല. ഒരാൾ അള്ളാഹു ആരാധ്യനാണ് എന്ന് പറയുകയാണ്, അള്ളാഹു ഇലാഹു എന്നൊരാൾ പറയുന്നു, അതുകൊണ്ട് അയാളുടെ തൗഹീദ് പൂർണ്ണമാകുകയില്ല. കാരണം അള്ളാഹു ഇലാഹാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മക്കാ മുശ്രിക്കുകളും അത് അംഗീകരിച്ചിരുന്നു. മറിച്ച് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ, അതിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടവയാണ്. അതാണ് ശിർക്ക് എന്ന കാര്യം മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. ഈ ആയത്തിലും അതാണ്, അല്ലാഹു ഇഅ്ബുദുല്ലാഹ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് മാത്രമല്ല പറഞ്ഞത്, വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ ശിർക്കിനെ വെടിയണം. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുന്ന കാര്യത്തോടൊപ്പം തന്നെ തിന്മ വിരോധിക്കണം എന്നുള്ളതും ഇതിൽ പാഠമുണ്ട്. അള്ളാഹു കേവലം നന്മയായ തൗഹീദ് കൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, തിന്മയിൽ നിന്ന് തടയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും, നമുക്ക് തൗഹീദ് പറഞ്ഞാൽ പോരെ, ഇന്നതൊക്കെ ശിർക്കാണ്, അത് ശിർക്കാണ്, അത് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ പറയേണ്ടതല്ലോ എന്നൊക്കെ അവരുടെ ബുദ്ധിയിൽ നിന്നും ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ദാവത്ത് അവരങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഷിർക്കിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരും. അപ്പൊ അവരുടെ ദഅവത്ത് വളരെ എളുപ്പമാകാൻ ഏറ്റവും നല്ലത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനനുസരിക്കണം, അള്ളാഹുവാണെല്ലാം നടത്തി തരുന്നത് എന്ന് മാത്രം പറഞ്ഞു പോകും. മറിച്ച് ഇന്നതൊക്കെ ഷിർക്കാണ്, ഇത് അള്ളാഹുവിന്റെ കലാമിനെതിരാണ്, അള്ളാഹു ഇതിൽ നിന്നാണ് നിങ്ങളെ താക്കീത് ചെയ്തിട്ടുള്ളത് എന്ന ഷിർക്കിന്റെ കാര്യം പറയുകയുമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു, അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, വജ്തനിബുത് താഗൂത്ത്, അത് അവനോടൊപ്പം ആരാധിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാരെയും തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. തൗഹീദിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. കാരണം എല്ലാ ഉമ്മത്തിലും കോമൺ ആയിട്ട് ഒരേപോലെയുള്ള കാര്യം ഇതാണ്, ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വന്ന നൂഹ് അലൈഹിസ്സലാം അല്ലെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്തിന് തൊട്ടു മുമ്പാണ് ശിർക്ക് വരുന്നത്. അതുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാമാണ്. അന്നു മുതൽ ഇന്ന് വരെ, അഥവാ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. അവർക്കിടയിലുള്ള മറ്റ് ഇബാദത്തുകളിൽ വ്യത്യാസം ഉണ്ടാകാം. നമ്മൾ നിസ്കരിക്കുന്ന അതേ രൂപത്തിലായിരിക്കില്ല മൂസ അലൈഹി സ്വലാമിനൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവാം. അവർക്ക് നിസ്കാരമുണ്ട്, പക്ഷെ അത് വ്യത്യാസം ഉണ്ടായേക്കാം.
അവരുടെ ഇബാദത്തുകൾ പലതും വ്യത്യാസമുണ്ട്. നമുക്കുള്ള നോമ്പിന്റെ അതേ സമയമായിരിക്കില്ല അവർക്ക്. അങ്ങനെ മറ്റു കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. മൂന്നാമത്തെ ആയത്തിൽ കാണാം وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. അദ്ദേഹം وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ എന്ന് കൊടുത്തിട്ട് وَبِالْوَالِدَيْنِ إِحْسَانًا ആ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ആ ആയത്ത് നമുക്ക് പൂർണ്ണമായി വായിക്കാം. ഒന്ന് وَقَضَى رَبُّكَ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅ്ബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല ഇല്ല ഇയ്യാഹു അല്ലാഹുവിനല്ലാതെ എന്നാണ് പറയുന്നത്. ശരി, വഖളാ റബ്ബുക നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള ഖളാ രണ്ട് രൂപത്തിലുണ്ട്. അല്ലാഹു വിധിക്കുന്ന ഖളാകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഖളാഉൻ ശർഈ, അല്ലാഹു ശർഈയായി വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് രണ്ട് ഖളാഉൻ കൗനി, അല്ലാഹു പ്രാപഞ്ചികമായി വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അള്ളാഹു പ്രാപഞ്ചികമായി വിധിച്ചിട്ടുള്ള കാര്യമാണ് രാവും പകലും ഇങ്ങനെ മാറി മാറി വരണം, സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പ്രാപഞ്ചികമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ശർഈ ആയിട്ടുള്ള കാര്യം അത് നിർബന്ധമായി നടക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല. അള്ളാഹു പ്രാപഞ്ചികമായി ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായും നടക്കും, നടക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ച കാര്യമാണ്. എന്നാൽ ഖളാഉൻ ശർഈ ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശർഈ ആയിട്ട് നിശ്ചയിച്ച ചില വിധികൾ. ഇത് നടക്കാം നടക്കാതിരിക്കാം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് ഇതിൽ നന്മകൾ പറഞ്ഞു തരും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞ കാര്യം വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഖളാഉൻ ശർഈയാണ്. ശർഈ ആയിട്ട് അങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതല്ലാതെ രൂപത്തിൽ അല്ലാഹുവിന്റെ ഖളാഇനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖളൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി വലതഅലുന്ന ഉലുവൻ കബീറ. ബനി ഇസ്രായേലിന്റെ കാര്യത്തിൽ നാം വിധിച്ചിരിക്കുന്നു, കിതാബിൽ വിധിച്ചിരിക്കുന്നു, ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി, അവർ ഭൂമിയിൽ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും, അത് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. വലതഅലുന്ന ഉലുവൻ കബീറ, അവർ ഭൂമിയിൽ വലിയ ഔന്നിത്യം കാണിക്കും, വലിയ അക്രമങ്ങൾ അയച്ചുവിടും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഉൻ കൗനിയാണ്, ശർഈ അല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ട കാര്യമാണ്, അത് നടക്കും. അതിനൊരുപാട് ഹിക്മത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യം അനുവദിക്കുന്നതിന് അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. എന്നാൽ ശർഈ ആയിട്ടുള്ള കാര്യം അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരുപക്ഷെ ആളുകൾക്ക് സംശയം ഉണ്ടായേക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ശർഈ ആയി ഇഷ്ടപ്പെടാതിരിക്കുകയും പിന്നീട് അള്ളാഹു ആ ഇഷ്ടപ്പെടാത്ത കാര്യം അത് സംഭവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മഹ്ബൂബ, പൊതുവെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഖിസ്മാനി, രണ്ട് തരത്തിലാണ്. ഒന്ന് മഹ്ബൂബുൻ ലിദാത്തി, അത് സ്വന്തം നിലക്ക് തന്നെ അത് ഇഷ്ടമായിരിക്കും. മറ്റൊന്ന് മഹ്ബൂബുൻ ലിഗൈരിഹി, മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇതിനെ ഇഷ്ടപ്പെടുക, അതിന് നേരെ ഇഷ്ടമല്ല, പക്ഷെ ഇത് സംഭവിച്ചാലേ വേറൊരു നന്മ നടക്കുകയുള്ളൂ എന്നതിനു വേണ്ടി ഇഷ്ടപ്പെടുക. ഇവിടെ ഫൽ മഹ്ബൂബ് ലിഗൈരിഹി ഖദ് യകൂനു മക്റൂഹൻ ലിദാത്തി, മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെടാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം അതൊരു പക്ഷേ അത് സ്വയം നിലക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാവാം. ഉദാഹരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ, ഇപ്പൊ ഒരാൾക്ക് രോഗിയാണ്, ആ രോഗിക്ക് അങ്ങേറ്റം കയ്പുള്ള ഒരു മരുന്നുണ്ട് കഴിക്കാൻ, അത് കഴിക്കണം. ഇത് ഈ മരുന്ന് കഴിക്കുന്നത് ഇയാൾക്ക് മക്റൂഹുൻ ലിദാത്തി, ആ സ്വന്തം നിലക്ക് ആ മരുന്നിനോട് എന്തുണ്ട്, ഒരു വിമിഷ്ടമുണ്ട്, വെറുപ്പുണ്ട്. കാരണം അത് ആരും ഇഷ്ടപ്പെടില്ല, അതിന് ഗന്ധം വളരെ മോശം, ഇറക്കി കിട്ടാൻ തന്നെ മോശം, ഇറങ്ങിയാൽ തന്നെ ഒരുപാട് നേരം അതിനെ കൊണ്ട് അസ്വസ്ഥത. പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഗുണം വരാനുണ്ട്, ആ വലിയ പ്രയാസപ്പെടുന്ന ആ രോഗം മാറും എന്നൊക്കെ വ്യക്തമായ ഇത് കുടിക്കും. അപ്പൊ ഈ ഒരു കാര്യം സ്വന്തം നിലക്ക് അതിന് ഇഷ്ടമല്ല, പക്ഷെ അതിനെ കൊണ്ട് ഒരുപാട് നന്മകളുള്ളത് കൊണ്ട് ചെയ്യും. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു തരികയാണ്. ഇവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകണം, മുസ്ലിമീങ്ങളെ കാഫിറുകൾ ആക്രമിക്കണം എന്നുള്ളത് അള്ളാഹു മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ്. അതല്ലാതെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത, പൂർണ്ണമായി അള്ളാഹു വെറുക്കുന്ന, നടക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം വരികയല്ല. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യം എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കുന്നതിന് മറുപടിയാണിത്. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മഹ്ബൂബുൻ ലിഗൈരിഹി, വേറൊരു കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാകുക, അല്ലെ ഉഹദിൽ പരാജയം ഉണ്ടാകുക, ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്.
കാഫിറുകൾ അതിൽ ഇസ്സത്ത് കണ്ടിട്ടുണ്ട്, കാഫിറുകൾ വലിയ വീമ്പ് പറഞ്ഞിട്ടുണ്ട്, ബദറിന് പകരമാണിത്. പക്ഷെ അതിനൊരുപാട് ഉപകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ബലക്ഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താഴത്തിൽ നിന്നും ഒരല്പം ചില കാര്യം അനുസരിക്കാതിരുന്നപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളെ മനസ്സിലാക്കാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അങ്ങനെ ഷഹീദായ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രോഗങ്ങൾ, ഇപ്പൊ രോഗങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നത് നൽകുന്നതാണ്. മഹ്ബൂബുൽ ലിഗൈരിഹിയാണ്. അള്ളാഹു ഒരാൾക്ക് രോഗം നൽകുന്ന സമയത്ത് അത് മുഖേന തിന്മകളിൽ ഉണ്ടായിരുന്ന വ്യക്തി അതിൽ നിന്ന് മടങ്ങും. അതുപോലെ തന്നെ അവൻ ഒരുപാട് പാപങ്ങൾ പുറത്തു കൊടുക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ബൂബുൽ ലിദാത്തിഹി, ആ പ്രവൃത്തി സ്വന്തം നിലക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ഉണ്ടാകും. അവന് മഹ്ബൂബുൽ ലിഗൈരിഹി, വേറൊരു നന്മ ഉണ്ടാകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതല്ലാതെ അള്ളാഹു പൂർണ്ണമായി വെറുക്കുന്ന കാര്യം അള്ളാഹു നടപ്പിൽ വരുത്തുകയല്ല, മറിച്ച് അതിനൊക്കെ അള്ളാഹുവിന്റെ മസ്ലഹത്തുകളുണ്ട്, അതിനൊരുപാട് ഉപകാരങ്ങളും ഹിക്മത്തുകളും അള്ളാഹു അതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഖലാ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശർഈ ആയിട്ടുള്ള ഖലാ ഉണ്ട്, അത് നടക്കാം നടക്കാതിരിക്കാം. തൗഹീദ് അതിൽപ്പെട്ടതാണ്, അത് സ്വീകരിക്കാം. അള്ളാഹുവിന് എല്ലാവരും അള്ളാഹുവിനെ തൗഹീദോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലാത്തതുണ്ടാകാം. എന്നാൽ ഖൗനി ആയിട്ടുള്ള പ്രാപഞ്ചികമായ നിയമങ്ങൾ ഇത് നിർബന്ധമായും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാണ്. ഇതിൽ പറയുന്നത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്നത് അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ. ആദ്യം പറയുന്നത് വഖളാ റബ്ബുക്കും എന്നല്ല, നിങ്ങളുടെ റബ്ബ് എന്നല്ല, നിന്റെ റബ്ബ് എന്ന് റസൂലിനോടാണ് പറയുന്നത്. എന്നാൽ ശേഷം പറയുന്ന വിരോധം മുഴുവൻ ആളുകളോടും ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മൂന്നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഒന്ന് അത്തൻബീഹ്, ഒരു ഉണർത്തലിന് വേണ്ടിയിട്ടാണ്. അഥവാ ഇത് ഭാഷയുടെ ഒരു സൗന്ദര്യത്തിൽപ്പെട്ടതാണ്, സാഹിത്യകാരന്മാരുടെ ഇടയിൽപ്പെട്ടതാണ്. അതിന്റെ ഉസ്ലൂബുകൾ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഒരാളോട് പറഞ്ഞു, പിന്നെ ഉടനെ തന്നെ എല്ലാവരോടും പറയുന്ന രീതിയിലൊക്കെ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാകും. നമ്മൾ നേരത്തെ പോകുന്ന രൂപത്തിൽ നിന്നും ഒരു ചിന്ത ഉണ്ടാകും. അപ്പൊ അത് ആ ഒരു രൂപത്തിനാണ് വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാ തഅബുദ, നീ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നൊരു ഫായിദ അതിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നു, ഇതിൽ നിന്ന് വേറൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കൽപ്പിക്കുന്ന കാര്യം ഇത് ഉമ്മത്തിന് മുഴുവൻ ബാധകമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായത് അത് വേറെ അറിയിക്കും. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുവോ അത് എല്ലാ ഉമ്മത്തിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ നബിയെ നീ പഠിക്കുക, മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെല്ലാവരോടും ഉള്ളതാണ്. അതല്ലാതെ അതിൽ നബിയെ വിളിച്ചല്ലേ പറഞ്ഞത്, അപ്പൊ എന്നോടല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞത്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങളോട് ആരും തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന സൂചനയാണ് ഈ ആയത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മുഴുവൻ കൽപ്പനകളും നമുക്കുമുള്ളതാണ്. അവിടുത്തോട് അള്ളാഹു വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും അത് നമുക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം. അതല്ലാത്ത കാര്യത്തെല്ലാം ഉമ്മത്തിന് മൊത്തം ബാധകമാണ്. അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. അഥവാ നീ ആബിദാകരുത്, ഇബാദത്ത് ചെയ്യുന്നവനാകരുത് എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആബിദാണ്, അഥവാ അടിമയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അടിമയാണ്, മഅബൂദല്ല, ആരാധിക്കപ്പെടേണ്ടവനല്ല, മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടവനായ ഒരു ആബിദാണ്. കാരണം നബിയെയും കൂടി വിളിച്ചിട്ടാണ് പറയുന്നത് അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അപ്പൊ ഇബാദത്ത് ചെയ്യേണ്ടവനാണ് ആര്? അള്ളാഹുവിന്റെ റസൂൽ. ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ മാത്രമല്ല. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൂ എന്ന് റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാം. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടവനാണ് അള്ളാഹുവിന്റെ റസൂൽ, അതല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ട ആള് അല്ല. ഇത് വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ. പക്ഷെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലെ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മദീനയിലേക്ക് ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കി അവിടെ എത്തിയിട്ട് ആ ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് റസൂലെ നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ പ്രയാസം കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ അങ്ങനെ കളയുന്ന ആളുകൾ ഇവിടെ സ്വലാത്ത് നഗറുകളും മജ്‌ലിസുകളും സംഘടിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലെ കൈപിടിക്കണമേ, കാണണമേ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് റസൂലിനോട് തന്നെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമ എന്നാണ്.
ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അടിമയാണ്, അബ്ദാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ വിഷയത്തിൽ അതുപോലൊരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിർത്തിക്കൊണ്ട് അള്ളാഹു ഉപയോഗിച്ച വാക്ക് അബ്ദ് എന്നാണ്. അള്ളാഹു പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഇനി നിങ്ങൾക്ക് എന്റെ അടിമക്ക് ഇറക്കിയ കാര്യങ്ങളിൽ വല്ല സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒന്ന് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. എന്റെ അടിമ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്ന വേളയിൽ എന്റെ അടിമ എന്നാണ് പറഞ്ഞത്. അടിമ എന്നുള്ള വാക്ക് ഒരാൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനമാണ്, അതല്ലാതെ ഏറ്റവും താഴ്ന്ന സ്ഥാനമല്ല. അള്ളാഹുവിന്റെ അടിമ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടിമ എന്നല്ല, ഏതെങ്കിലും ഒരു രാജാവിന്റെ അടിമ എന്നല്ല. ഒരാൾക്ക് അബ്ദുല്ലാഹ് എന്ന പേര് ലഭിക്കുക, അള്ളാഹുവിന്റെ അടിമ എന്ന് പറയപ്പെടുക, അത് ഏറ്റവും വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിഫാ ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന വേളയിൽ അബ്ദിന എന്നാണ് ഉപയോഗിച്ചത്. അല നബീനാന്നോ, നമ്മുടെ നബി എന്നോ, അല റസൂലിനാന്നോ, നമ്മുടെ റസൂൽ എന്നോ, എന്റെ റസൂൽ എന്നോ എന്നൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായിന്റെ വേളയിൽ ഒരു മനുഷ്യൻ എത്താൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ആ ഒരു ഇസ്രായിനെ കുറിച്ച്, ആകാശത്തേക്ക് പോയ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയായ മുഹമ്മദിനെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നുപോയ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനായിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയിട്ടുണ്ട്. അത്രയും അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തും അബ്ദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ അബ്ദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അബ്ദ് എന്ന് പറയുന്നത് അത് വലിയ ഉന്നതമായ സ്ഥാനമാണ്. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദാണ് എന്നുള്ളത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ അബ്ദുൻ ലാ യുഅബദ്, അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ്, ആരാധിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അബ്ദ് എന്നുള്ളത് പല രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, മനുഷ്യരെല്ലാവരും തന്നെ ആമായിട്ട് മൊത്തത്തിൽ അള്ളാഹുവിന്റെ അടിമകളാണ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും മുഴുവൻ ആളുകളും അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തും. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ ആ ഒരു ഉബൂദിയത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവാണ് അവന് അള്ളാഹു കൊടുക്കുന്ന വായുവും വെള്ളവും ഭക്ഷണവും കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ അടിമയായിട്ടല്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ആമായി മൊത്തത്തിൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അബ്ദുകളാണ്. അതിൽ നിന്നും പുറത്തു കിടക്കാൻ ആർക്കും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു ലോകത്തേക്ക് പോവുക, അള്ളാഹു ഇവിടെ ഏർപ്പാടാക്കിയിട്ടതല്ലാത്ത രുസ്ക് ഭക്ഷിക്കുക, അതാർക്കും സാധിക്കുന്ന കാര്യമല്ല. മൊത്തത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ അബ്ദുകളാണ്. എന്നാൽ ഉബൂദിയത്തുൻ ഖാസ ഉണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന ഫിൽ അർളി ഹൗന, വിനയത്തോടുകൂടി ഭൂമിയിൽ നടക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞ ഇബാദുർ റഹ്മാൻ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇബാദ് ഉബൂദിയത്തുൻ ഖാസ എന്ന് പറയും, പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിനുള്ള അടിമത്തം. മുഅ്മിനീങ്ങൾക്ക്, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിൽ ഉൾപ്പെടാം. ഇനി ഉബൂദിയത്തുൻ ഖാസത്തുൽ ഖാസ ഉണ്ട്, പ്രത്യേകതയിൽ നിന്നും പ്രത്യേകമായ അള്ളാഹുവിന്റെ അടിമകൾ. അതാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ അബ്ദ് എന്നുള്ള പ്രയോഗം. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഇന്നഹു കാന അബ്ദൻ ശകൂറ, തീർച്ചയായും അദ്ദേഹം അങ്ങേയറ്റം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്ന് നൂഹ് അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വദ്കുർ ഇബാദന ഇബ്രാഹിം വ ഇസ്ഹാഖ വ യഅഖൂബ്, ഇബ്രാഹിമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിനെയും പോലെയുള്ള നമ്മുടെ അടിമകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. അപ്പൊ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകളും. മൊത്തത്തിൽ എല്ലാവരും അടിമകളാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ അടുപ്പക്കാരായ അടിമകളാണ്. ആ അടുപ്പക്കാരിൽ കൂടുതൽ അടുപ്പക്കാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അടിമകളാണ്. ആ രൂപത്തിലൊക്കെ അടിമ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വഅബ്ദുല്ലാഹ് വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന കാര്യമാണ്. ഈ ഒരു ആയത്ത് നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾക്ക് അടുത്ത കൽപ്പിക്കുന്ന കാര്യം ഒന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. രണ്ടാമതായി അള്ളാഹു വിധിക്കുന്നുള്ള കാര്യം ഖളാ റബ്ബുക അൻ നുഹ്സിന ബിൽ വാലിദൈനി ഇഹ്സാന, നമ്മുടെ മാതാപിതാക്കൾക്ക് അങ്ങേയറ്റം നന്മ ചെയ്യുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഉമ്മയും ഉപ്പയും അവർക്ക് മുകളിലുള്ള ആളുകളും എല്ലാവരും ഉൾപ്പെട്ടു. അത് ഏറ്റവും കൂടുതൽ ഹക്ക് ഉണ്ടാകുക നമുക്ക് ഏറ്റവും അടുത്തവരാണ്. നമ്മുടെ ഉപ്പയോടുള്ള ഹക്ക് അതായിരിക്കില്ല ഉപ്പയോട് ഉണ്ടാവുക. നമുക്ക് ഏറ്റവും അടുത്ത് ആരാണോ ഉള്ളത് അവരോടായിരിക്കും ഏറ്റവും ഹക്ക് ഉണ്ടാകുക. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിനോടുള്ള ഹക്ക് പറഞ്ഞതിന് തൊട്ടു ശേഷമാണ് മാതാപിതാക്കളുള്ള ഹക്ക് പറഞ്ഞത്. അങ്ങനെ ചേർത്തി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ഹക്ക് വളരെ വലുതാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപ്പയോടുള്ള ഹക്ക്, ഉമ്മയോടുള്ള ഹക്ക്, റബ്ബിനോടുള്ള ഹക്ക് പറഞ്ഞതിന് തൊട്ടു ശേഷമാണ്. ഖുർആനിൽ പല സ്ഥലത്തും ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ആത്യന്തികമായി നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. എന്നാൽ അള്ളാഹു ഭൂമിയിൽ ഒരു കാരണക്കാരാക്കിയത് മാതാപിതാക്കളെയാണ്. നമ്മുടെ സൃഷ്ടിപ്പിന് ഭൂമിയിൽ അള്ളാഹു കാരണക്കാരാക്കിയത് മാതാപിതാക്കളെയാണ്. അവരാണ് നമുക്ക് പരിപാലിക്കുന്നത്, അല്ലെ? എല്ലാത്തിനും മുകളിൽ അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹു നൽകിയ റിസ്കിൽ നിന്നും നമുക്ക് പരിപാലിക്കുന്നത് ഉപ്പയും ഉമ്മയുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള നന്ദികേടിനെ കുറിച്ച് ആദ്യം താക്കീത് ചെയ്തതിനു ശേഷം, അഥവാ ശിർക്ക് ചെയ്യുക, ഇതെല്ലാം അള്ളാഹു നൽകിയിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് തിരിയുക, അവരോട് ചോദിക്കുക, കഴിവില്ലാത്ത ആളുകളിലേക്ക് തിരിയുക എന്നതുപോലെ നന്ദി കെട്ടവർ നിങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യത്തിലാകാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാൻ, എല്ലാ രൂപത്തിലുള്ള നന്മകളും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, നമ്മുടെ റസൂലിന്റെ ഹക്ക് പറഞ്ഞിട്ടില്ലേ? ഫഹൈന ഹഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ നേരെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലിന്റെ ഉൾപ്പെട്ടു. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ട കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂൽ കൊണ്ടുവന്ന ശറഅ് അനുസരിച്ചിട്ടല്ലാതെ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ സ്വന്തമായി ഏതെങ്കിലും രൂപത്തിൽ ഇബാദത്ത് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് ബിദ്അത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. അള്ളാഹുവിനോട് എത്ര ഇഖ്ലാസുണ്ട്, ഹുബ്ബുണ്ട്, ഒന്നും പരിഗണിക്കപ്പെടുകയില്ല. റസൂലിനോട് ശറഇനോട് യോജിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഹക്ക് പറയുന്നത് റസൂലിന്റെ ഹക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതല്ലാതെ അത് പറഞ്ഞിട്ടില്ല എന്നല്ല. ശേഷമാണ് മാതാപിതാക്കളുടെ കാര്യം പറയുന്നത്. ആ ആയത്ത് ഇങ്ങനെയാണ്. ബാക്കി ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അവരിൽ നിങ്ങളിൽപ്പെട്ട ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവരിൽപ്പെട്ട ആളുകൾ അഥവാ മാതാപിതാക്കൾ, അഹദുഹുമാ ഔ കിലാഹുമാ, രണ്ടിലൊരാൾ അതല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യ അവസ്ഥയിൽ നിന്റെ അടുക്കൽ ഉണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ ഉഫ് എന്ന വാക്ക് അവരോട് പറയാൻ പാടില്ല. എന്താണ് ഉഫ് എന്ന് പറയുന്ന വാക്ക്? പണ്ഡിതന്മാർ പറയുന്നു അതിന് നമ്മൾ ചേ എന്നൊക്കെ മലയാളത്തിൽ കൊടുക്കാറുണ്ട്. എന്നാൽ ചേ എന്ന് പറയണമെന്നൊന്നുമില്ല. ഉഫ് എന്ന് അറബിയിൽ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം ഒരാൾക്കൊരു അനിഷ്ടം കാണിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും നിസ്സാരമായ വാക്ക്, അതാണ് ഉഫ്. ഒരു അനിഷ്ടം കാണിക്കാൻ ചേ എന്ന് പറയണത് പോലുമില്ല. ചിലപ്പോൾ അതിനേക്കാളും വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു അനിഷ്ടം ഒരാളെ ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്കിനാണ് ഉഫ് എന്ന് പറയുന്നത്. അതുപോലും നിങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ മിൻബാബിൽ ഔല നമുക്ക് ഉറപ്പാണ് അതിനേക്കാളും മുകളിലുള്ള മോശം വാക്കുകൾ അതൊരിക്കലും തന്നെ പാടില്ല. ഇവിടെ ഇൻദൽ കിബർ, വാർദ്ധക്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാർദ്ധക്യമില്ലാത്ത വാപ്പമാരോട് ഹക്കില്ല എന്നല്ല, മറിച്ച് വാർദ്ധക്യത്തിലാണ് അവർക്ക് കൂടുതൽ ആവശ്യം വരിക. അവർ നല്ല യൗവനത്തിൽ ഉണ്ടാകുമ്പോൾ, അവർ നല്ല അധ്വാനിക്കുന്ന സമയത്ത്, അവർക്ക് നല്ല കരുത്തുള്ള സമയത്ത്, അവർക്കൊരു പക്ഷെ വലിയ കാരുണ്യവും മക്കളിൽ നിന്നുള്ള വലിയ ആശ്രയമൊന്നും ആവശ്യമില്ല. കിബറിലെത്തുമ്പോഴാണ്, ആധിക്യത്തിലെത്തുമ്പോഴാണ് അവർക്ക് ആ രൂപത്തിലുള്ള ആശ്വസിപ്പിക്കലും സാന്ത്വനിപ്പിക്കലും അങ്ങനെയുള്ള സഹായങ്ങളുമെല്ലാം കൂടുതൽ ആവശ്യം വരുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഏത് നേരത്തും ഒരു മകൻ ഉപ്പയോടുള്ള ബാധ്യത ഉണ്ട്. അത് വിശാലമായി സംസാരിക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ ചുരുക്കി പറയുന്നു എന്ന് മാത്രം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ ഉഫ്, ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം, അനിഷ്ടകരം തോന്നുന്ന ഒരു വാക്ക്, അതുപോലും നിങ്ങൾ പറയാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ മാന്യമായ വാക്കാണ് പറയേണ്ടത്. വലാ തൻഹർഹുമാ, അതുപോലെ തന്നെ നിങ്ങൾ അവരോട് കയർക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് വളരെ മാന്യമായ വാക്ക് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശറഈയായി വിധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിന് ശേഷം മാതാപിതാക്കളുടെ ഹക്ക് പറഞ്ഞാൽ അത് എത്രമാത്രം വലുപ്പമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ സാധിക്കുമെങ്കിൽ ഈ ആയത്ത്, അതിലേറ്റവും ഒരുപാട് ആയത്തുകൾ അധ്യായത്തിലുണ്ടാകും, ഏറ്റവും ഒരു ആയത്തെങ്കിലും നമ്മൾ ഹിഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ആയത്താണ്. അപ്പൊ അത് നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഖുർആൻ പൊതുവെ ഹിഫ്ളാക്കുന്നത് തന്നെ വലിയ ഒരുപാട് ഖൈറുള്ള കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അവരെ കുറിച്ചുള്ള ഖൈറുകൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തൗഹീദിന്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് അതിൽ വലിയ ഖൈർ തന്നെ ഉണ്ട്. അത് നമുക്കും
നമ്മുടെ ഉമ്മത്തിനുമെല്ലാം തന്നെ ഉപകാരമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ആയത്തുകളും ഓരോ അധ്യായത്തിൽ പറഞ്ഞ് ഹിഫ്ളാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ആയത്തെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.